നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC യുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് പുരസ്കാരങ്ങളും ബഹുമതികളെയും കുറിച്ചാണ്. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1985. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1985. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് NN കക്കാട്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് NN കക്കാട്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത സുഗതകുമാരി. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത സുഗതകുമാരി. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹയായ ആദ്യ വനിത ബാലാമണിയമ്മ. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹയായ ആദ്യ വനിത ബാലാമണിയമ്മ. വർഷം 1979. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് തകഴിയെ അർഹനാക്കിയ നോവൽ ചെമ്മീൻ. വർഷം 1957. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് തകഴിയെ അർഹനാക്കിയ നോവൽ ചെമ്മീൻ. വർഷം 1957. കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. വൈലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി മകരക്കൊയ്ത്ത്. വൈലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി മകരക്കൊയ്ത്ത്. ആദ്യത്തെ ചെറുകാട് പുരസ്കാരം നേടിയത് KS നമ്പൂതിരി. ആദ്യത്തെ ചെറുകാട് പുരസ്കാരം നേടിയത് KS നമ്പൂതിരി. ഇടശ്ശേരി അവാർഡിന് ആദ്യമായി അർഹനായത് NK ദേശം. വർഷം 1982. ഇടശ്ശേരി അവാർഡിന് ആദ്യമായി അർഹനായത് NK ദേശം. വർഷം 1982. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ്. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് ആദ്യമായി അർഹനായത് KP കേശവമേനോൻ, G ശങ്കരക്കുറുപ്പ്. 1970. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് ആദ്യമായി അർഹനായത് KP കേശവമേനോനും G ശങ്കരക്കുറുപ്പും. വർഷം 1970. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹത നേടിക്കൊടുത്ത ആദ്യ മലയാള നോവൽ ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹത നേടിക്കൊടുത്ത ആദ്യ മലയാള നോവൽ ചെമ്മീൻ. ആദ്യത്തെ ലളിതാംബിക അന്തർജനം സ്മാരക അവാർഡ് ജേതാക്കൾ വൈക്കം മുഹമ്മദ് ബഷീർ, BM സുഹറ. ആദ്യത്തെ ലളിതാംബിക അന്തർജനം സ്മാരക അവാർഡ് ജേതാക്കൾ വൈക്കം മുഹമ്മദ് ബഷീർ, BM സുഹറ. നോവലിനുള്ള രണ്ടാമത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി നാലുകെട്ട്. നോവലിനുള്ള രണ്ടാമത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി നാലുകെട്ട്. ആത്മകഥയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് തിക്കോടിയനെ അർഹനാക്കിയ രചന അരങ്ങ് കാണാത്ത നടൻ. ആത്മകഥയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് തിക്കോടിയനെ അർഹനാക്കിയ രചന അരങ്ങ് കാണാത്ത നടൻ. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് M ലീലാവതി. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് M ലീലാവതി. നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത രാജലക്ഷ്മി. നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത രാജലക്ഷ്മി. ജ്ഞാനപ്പാന പുരസ്കാരം ഏർപ്പെടുത്തിയ സ്ഥാപനം ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ജ്ഞാനപ്പാന പുരസ്കാരം ഏർപ്പെടുത്തിയ സ്ഥാപനം ഗുരുവായൂർ ദേവസ്വം ബോർഡ്. യാത്രാ വിവരണത്തിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആശാ മേനോന്റെ കൃതിയാണ് അടരുന്ന കക്കകൾ. യാത്രാ വിവരണത്തിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആശാ മേനോന്റെ കൃതിയാണ് അടരുന്ന കക്കകൾ.
നർമ്മത്തിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയായ സ്കൂൾ ഡയറി രചിച്ചതാരെ? അക്ബർ കക്കട്ടിൽ. നർമ്മത്തിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയായ സ്കൂൾ ഡയറി രചിച്ചത് അക്ബർ കക്കട്ടിൽ. പത്മരാജൻ അവാർഡ് ആദ്യമായി നേടിയത് എം സുകുമാരൻ. പത്മരാജൻ അവാർഡ് ആദ്യമായി നേടിയത് എം സുകുമാരൻ. പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് ആദ്യമായി അർഹനായത് ഡോക്ടർ ഇന്ദ്രബാബു. പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് ആദ്യമായി അർഹനായത് ഡോക്ടർ ഇന്ദ്രബാബു. ആദ്യത്തെ ഉള്ളൂർ അവാർഡ് നേടിയതാരെ? ഏറ്റുമാനൂർ സോമദാസൻ. ആദ്യത്തെ ഉള്ളൂർ അവാർഡ് നേടിയത് ഏറ്റുമാനൂർ സോമദാസൻ. കൃതി ജലസമാധി. മലയാറ്റൂർ അവാർഡിന് ആദ്യമായി അർഹനായത് 2006 പെരുമ്പടവം ശ്രീധരൻ. കൃതി നാരായണം. മലയാറ്റൂർ അവാർഡിന് ആദ്യമായി അർഹനായത് 2006 പെരുമ്പടവം ശ്രീധരൻ. കൃതി നാരായണം. പി കുഞ്ഞിരാമൻ നായർ അവാർഡ് ആദ്യമായി നേടിയത് ആര്? കെ സച്ചിദാനന്ദൻ. പി കുഞ്ഞിരാമൻ നായർ അവാർഡ് ആദ്യമായി നേടിയത് കെ സച്ചിദാനന്ദൻ. ആദ്യത്തെ അയ്യപ്പൻ കവിതാ പുരസ്കാരം നേടിയത് വിജയലക്ഷ്മി. 2011. ആദ്യത്തെ അയ്യപ്പൻ കവിതാ പുരസ്കാരം നേടിയതാരെ? 2011 വിജയലക്ഷ്മി. കണ്ണശ പുരസ്കാരം ഏത് വർഷം മുതലാണ് നൽകി വരുന്നത്? 2003. കണ്ണശ പുരസ്കാരം 2003 മുതലാണ് നൽകി വരുന്നത്. കാവിലെ പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ഇടശ്ശേരി. കാവിലെ പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ഇടശ്ശേരി. വിവർത്തനത്തിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഭൂതാവിഷ്ടർ. രചന NK ദാമോദരൻ. വിവർത്തനത്തിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഭൂതാവിഷ്ടർ. രചന NK ദാമോദരൻ. കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയായ കളിയച്ചൻ എഴുതിയതാരെ? പി കുഞ്ഞിരാമൻ നായർ. കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയായ കളിയച്ചൻ എഴുതിയത് പി കുഞ്ഞിരാമൻ നായർ. ചെറുകഥയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി നാലാളു നാലുവഴി. രചന പാറപ്പുറത്ത്. ചെറുകഥയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി നാലാളു നാലുവഴി. രചന പാറപ്പുറത്ത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1958. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1958. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത M ലീലാവതി. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത M ലീലാവതി. ആദ്യത്തെ OV വിജയൻ സാഹിത്യ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. ആദ്യത്തെ OV വിജയൻ സാഹിത്യ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. സാഹിത്യ വിമർശനത്തിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കലാജീവിതം തന്നെ എന്ന കൃതി രചിച്ചത് കുട്ടിക്കൃഷ്ണമാരാർ. സാഹിത്യ വിമർശനത്തിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കലാജീവിതം തന്നെ എന്ന കൃതി രചിച്ചത് കുട്ടിക്കൃഷ്ണമാരാർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് ആദ്യമായി അർഹനായത് CP പള്ളിപ്പുറം. കൃതി ഒരിടത്തൊരു കുഞ്ഞുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് ആദ്യമായി അർഹനായത് CP പള്ളിപ്പുറം. കൃതി ഒരിടത്ത് ഒരു കുഞ്ഞുണ്ണി. ബാലാമണി അമ്മയെ സരസ്വതി സമ്മാനത്തിന് അർഹയാക്കിയ രചന നിവേദ്യം. ബാലാമണി അമ്മയെ സരസ്വതി സമ്മാനത്തിന് അർഹയാക്കിയ രചന നിവേദ്യം. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. വിട എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് വൈലോപ്പിള്ളി. വിട എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് വൈലോപ്പിള്ളി. കളിയച്ചൻ പുരസ്കാരം ഏത് കവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പി കുഞ്ഞിരാമൻ നായർ. കളിയച്ചൻ പുരസ്കാരം പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ.
മുത്തശ്ശി എന്ന കവിത. മുത്തശ്ശി എന്ന കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെങ്കിൽ കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിതയാണ് ബാലാമണിയമ്മ. കവിതയുടെ പേര് മുത്തശ്ശി. മുട്ടത്ത് വർക്കി അവാർഡ് ആദ്യമായി ലഭിച്ചത് OV വിജയൻ. വർഷം 1992. മുട്ടത്ത് വർക്കി അവാർഡ് ആദ്യമായി ലഭിച്ചത് OV വിജയൻ. വർഷം 1992. മുട്ടത്ത് വർക്കി അവാർഡിന് അർഹയായ ആദ്യ വനിത കമല സുരയ്യ. വർഷം 2006. മുട്ടത്ത് വർക്കി അവാർഡിന് അർഹയായ ആദ്യ വനിത കമല സുരയ്യ. വർഷം 2006. ബാലാമണിയമ്മ അവാർഡ് ആദ്യമായി നേടിയത് കാക്കനാടൻ. വർഷം 2008. ബാലാമണിയമ്മ അവാർഡ് ആദ്യമായി നേടിയത് കാക്കനാടൻ. വർഷം 2008. കമല സുരയ്യ അവാർഡിന് ആദ്യമായി അർഹരായവർ സാവിത്രി രാജീവനും വൈശാഖനും. വർഷം 2010. കമല സുരയ്യ അവാർഡിന് ആദ്യമായി അർഹരായവർ സാവിത്രി രാജീവനും വൈശാഖനും. വർഷം 2010. നോവലിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഉമ്മാച്ചു. നോവലിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഉമ്മാച്ചു. നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ആദ്യമായി അർഹമായ അഴിമുഖത്തേക്ക് എന്ന നാടകം രചിച്ചത് N കൃഷ്ണപിള്ള. നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ആദ്യമായി അർഹമായ അഴിമുഖത്തേക്ക് എന്ന നാടകം രചിച്ചത് N കൃഷ്ണപിള്ള. ഇനി നമുക്ക് ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ച് പഠിക്കാം. അതിൽ ആദ്യ വ്യക്തിയായ G ശങ്കരക്കുറുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് G ശങ്കരക്കുറുപ്പ്. വർഷം 1965. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് G ശങ്കരക്കുറുപ്പ്. വർഷം 1965. കൊച്ചി മഹാരാജാവ് കവി തിലകൻ എന്ന സ്ഥാനം നൽകിയ ജ്ഞാനപീഠ ജേതാവാണ് G ശങ്കരക്കുറുപ്പ്. കൊച്ചി മഹാരാജാവ് കവി തിലകൻ സ്ഥാനം നൽകിയ ജ്ഞാനപീഠ ജേതാവാണ് G ശങ്കരക്കുറുപ്പ്. ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് G ശങ്കരക്കുറുപ്പാണ്. ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? G ശങ്കരക്കുറുപ്പ്. കൈനിക്കര കുമാരപിള്ളയുടെ അവതാരികയോടെ 1946 പ്രസിദ്ധീകരിച്ച G ശങ്കരക്കുറുപ്പിന്റെ പ്രധാന കൃതിയാണ് സൂര്യകാന്തി. കൈനിക്കര കുമാരപിള്ളയുടെ അവതാരികയോടെ 1946 പ്രസിദ്ധീകരിച്ച G ശങ്കരക്കുറുപ്പിന്റെ പ്രധാന കൃതിയാണ് സൂര്യകാന്തി. ബാംസുരി എന്ന പേരിൽ ഹിന്ദിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട G ശങ്കരക്കുറുപ്പിന്റെ കൃതിയാണ് ഓടക്കുഴൽ. ബാംസുരി എന്ന പേരിൽ ഹിന്ദിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട G ശങ്കരക്കുറുപ്പിന്റെ കൃതിയാണ് ഓടക്കുഴൽ. നിർമ്മല എന്ന സിനിമയിലെ ഗാനങ്ങൾ രചിച്ചത് G ശങ്കരക്കുറുപ്പ്. നിർമ്മല എന്ന സിനിമയിലെ ഗാനങ്ങൾ രചിച്ചതാര്? G ശങ്കരക്കുറുപ്പ്. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് G ശങ്കരക്കുറുപ്പിനെ അർഹനാക്കിയ രചന വിശ്വദർശനം. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് G ശങ്കരക്കുറുപ്പിനെ അർഹനാക്കിയ രചനയാണ് വിശ്വദർശനം. മലയാളത്തിലെ ദാർശനിക കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ ദാർശനിക കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പ്. ഏത് കൃതിയെ മുൻനിർത്തിയാണ് G ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്? ഓടക്കുഴൽ. ഓടക്കുഴൽ എന്ന കൃതിയെ മുൻനിർത്തിയാണ് G ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടത്. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവിയാണ് G ശങ്കരക്കുറുപ്പ്. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവിയാണ് G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പിന്റെ അവസാനത്തെ കവിതയാണ് അന്തി വെൺമുകിൽ. G ശങ്കരക്കുറുപ്പിന്റെ അവസാനത്തെ കവിതയാണ് അന്തി വെൺമുകിൽ. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായ ആദ്യ ജ്ഞാനപീഠ ജേതാവ് G ശങ്കരക്കുറുപ്പ്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായ ആദ്യ ജ്ഞാനപീഠ ജേതാവാണ് G ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ പുരസ്കാരം സമ്മാനിക്കുന്ന തീയതി ഫെബ്രുവരി 2, G ശങ്കരക്കുറുപ്പിന്റെ ചരമദിനത്തിന്റെ അന്ന്. ഓടക്കുഴൽ പുരസ്കാരം സമ്മാനിക്കുന്ന തീയതി ഫെബ്രുവരി 2, G ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമാണെന്ന്. ഓടക്കുഴൽ പ്രസിദ്ധീകരിച്ച വർഷം 1950. ഓടക്കുഴൽ പ്രസിദ്ധീകരിച്ച വർഷം 1950. G എന്നറിയപ്പെട്ടത് G ശങ്കരക്കുറുപ്പ്. G എന്നറിയപ്പെട്ടത് G ശങ്കരക്കുറുപ്പ്.
രാജ്യസഭാംഗമായും പ്രവർത്തിച്ച മലയാളിയായ ജ്ഞാനപീഠ ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. രാജ്യസഭാംഗമായും പ്രവർത്തിച്ച മലയാളിയായ ജ്ഞാനപീഠ ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ? ജി ശങ്കരക്കുറുപ്പിന്റെ. ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നത് ആരുടെ രചനയാണ്? സുകുമാർ അഴീക്കോട്. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നത് സുകുമാർ അഴീക്കോടിന്റെ രചനയാണ്. കാളിദാസന്റെ മേഘദൂതം എന്ന കൃതി മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ജി ശങ്കരക്കുറുപ്പ്. കാളിദാസന്റെ മേഘദൂതം എന്ന കൃതി മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ കൃതി വിശ്വദർശനം. ജി ശങ്കരക്കുറുപ്പിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് 1963 അർഹനാക്കിയ കൃതി വിശ്വദർശനം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ചാണ്. അതിൽ നമ്മൾ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കവികളെ കുറിച്ചും കൂടി പരിചയപ്പെടാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.